നവകേരള സദസ്സിന് സ്കൂൾ മതിൽ പൊളിക്കുന്നതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിന് കൈമാറുന്നതിനെതിരായ ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ വിമർശനം. കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. കേസിൽ വാദത്തിനിടെയാണ് സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്തിനെന്ന് കോടതി സർക്കാരിനോട് ആരാഞ്ഞത്. സംഭവിച്ചുപോയെന്നും മതിൽ പുനർനിർമ്മിക്കുമെന്നും സർക്കാർ അറിയിച്ചു. പൊതുഖജനാവിലെ പണമല്ലേ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് കോടതി ചോദ്യമുന്നയിച്ചു. ആർക്കാണ് നവകേരള സദസ്സിന്റെ ചുമതലയെന്നും കോടതി ആരാഞ്ഞു. ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിന് വിട്ടുനൽകിയതിനെതിരായ ഹർജിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത്. കൊല്ലം കലക്ടറെ കോടതി കേസിൽ കക്ഷി ചേർത്തു. റവന്യൂ സെക്രട്ടറി സത്യവാങ്മൂലം നൽകണം. ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിന് വിട്ടുനൽകിയ ദേവസ്വം ബോർഡിന്റെ നടപടി ചോദ്യം ചെയ്ത പ്രദേശവാസികളായ ജയകുമാർ അടക്കം 2 ഭക്തർ നൽകിയ ഹർജിയാണ് കോടതിയിലുള്ളത്. നവകേരള സദസ്സ് ബസ്സിന് ക്ഷേത്ര മൈതാനത്ത് പ്രവേശിക്കാൻ ക്ഷേത്രമതിൽ പൊളിക്കാൻ നീക്കമുണ്ടെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. മൈതാനം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ലെന്നും നവകേരള സദസ്സിന് ക്ഷേത്രാചാരവുമായി ബന്ധമില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലകാലത്തോടനുബന്ധിച്ചുള്ള ചിറപ്പ് മഹോത്സവം തുടരുകയാണെന്നും പോലീസിന്റെ സാന്നിധ്യവും തിരക്കും ഭക്തർക്ക് തടസ്സമാകുമെന്നും ഹർജിയിൽ പറയുന്നു. മൈതാനം വിട്ടുനൽകിയ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.